വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ നീണ്ട ഇടവേളകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കണം. നമ്മൾ വന്നിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് പേര് കമൻറ്റ് നല്ല വീഡിയോ ഇടാക്കുന്നത് ചോദിച്ചിട്ട് എല്ലാവർക്കും ഓരോ സാഹചര്യങ്ങൾ കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാറുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. എന്നാൽ കൂടി ഒന്നുകൂടി പറയാമല്ലേ, നമ്മൾ കൊല്ലത്തേക്ക് വന്നിട്ടാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കൊല്ലത്തേക്ക് പോകണില്ലേ, അലാനയുടെ ബർത്ത്ഡേക്ക് പോകണില്ല എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അലാനയുടെ ബർത്ത്ഡേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് സേലത്തിലിരുന്ന് നമ്മൾ ട്രെയിൻ കയറി നേരെ കൊല്ലം വന്ന് വർക്കിലൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ അവിടെ ചാക്കടിയും നിജാസും പുറത്ത് നിൽക്കുന്നുണ്ട്. രാത്രി 1 മണിക്ക് നൗഫലും ഉമ്മയൊക്കെ രാത്രി 1 മണിക്ക് പോലും അവിടെ എത്തിക്കണം. നമുക്ക് കാറ് സെറ്റാവില്ല. നമുക്ക് വന്നാലും നമുക്ക് 2 മണിയാണ്. ഇവിടുന്ന് വന്നിട്ട് പിന്നെയും കാറിൽ പോകണം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമുക്ക് സേലം നമ്മൾ ഇന്നലെ രാത്രി 8:30 ട്രെയിൻ കയറി രാവിലെ 7 മണിക്ക് നമ്മളവിടെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ വീട്ടിൽ എത്തുമ്പോഴത്തേനും ഒരു മണി നേരമല്ലേ, എനിക്ക് ഒരു 9 മണിയാവും. അപ്പോൾ നമ്മൾ അലാനക്കുള്ള ഗിഫ്റ്റൊക്കെ നമ്മൾ നമ്മുടെ ഗിഫ്റ്റൊക്കെ ഉണ്ട്, 2 ഗിഫ്റ്റൊക്കെ ഉണ്ട്. നമ്മളത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് എന്തായാലും എന്തൊക്കെയാണ് ഗിഫ്റ്റിനൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 3 മാസം 4 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും എല്ലാവരും പാടെ ഫാമിലിയായിട്ട് ഒരുമിക്കാൻ പോവുകയാണ്. പക്ഷെ അത് നാട്ടിലുള്ള നമ്മൾ കൊണ്ടുപോകുന്ന എങ്ങോട്ട് മിയാസ് ഇപ്പാൻ്റെ പേര് മിയാസാണ്. ഞാൻ എൻ്റെ പേര് കൊടുത്തുള്ളൊരു പേരുണ്ട്. പിന്നെ ലഗേജ് കുറവായതാണ് ഒരേ ഒരു പേര് ഉണ്ടാവില്ലേ, ഒരേ മറ്റു സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ അങ്ങനെ എൻ്റെ മുഖത്ത് പറ്റിയ വേറെ വ്യത്യാസമാണ് പേര്. സെഞ്ചി 2 കൂടെ സന സെഞ്ചി വാങ്ങിപ്പിടി സന. 2 സെഞ്ചി കൂടി. അപ്പോൾ നമ്മൾ അത് ഗിഫ്റ്റ് മിയാസേ. ഗിഫ്റ്റ് എന്താന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അത് പിന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ വാങ്ങണത് നമുക്ക് മൊട്ടും എന്താ തരുമോ. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് പൊളിക്കണം മിയാസേ. അപ്പോൾ ഇവിടെ ഒരു വന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാറൊക്കെ നിൽക്കുന്നുണ്ട് പുറത്ത്. ഒരു 4 മാസം 6 മാസത്തോളമായി നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ട്. വീണ്ടും നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്ത് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാടാ അവിടെ നിജാസും അലാനയൊക്കെ നിൽക്കുന്നുണ്ട് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അലാന വന്നിട്ടുണ്ടാ സാർ, അലാന വന്നിട്ട് സാർ കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പോൾ നിജാസും അലാനയും നമ്മൾ നിൽക്കുന്നുണ്ട്. നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മളങ്ങനെ കൊല്ലത്തിൽ എത്തിയിട്ടുണ്ട്. കൊല്ലത്തിൽ എത്തിയിട്ട് ഏകദേശം കുറച്ച് നേരമായി. നമ്മൾ ഇന്നലെ വരുമ്പോഴേ മഴയായിരുന്നു. ആ മഴയായിട്ട് ഞങ്ങൾ ഇങ്ങോട്ടും വന്നു തോന്നുന്നുണ്ട്. കാരണം ഇത്ര നേരം മഴയായിരുന്നു. ഒന്ന് തോർന്ന് കുറച്ച് വെളിച്ചം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത റൗണ്ട് പെയ്യുമെന്നറിയില്ല. അപ്പോൾ എന്താ ഞാൻ ഒറ്റയ്ക്ക് വെച്ചാൽ എല്ലാവരും ബിസിയാണ് ഗൈസ്. എല്ലാവർക്കും അറിയില്ല, ഒരു വീട്ടിൽ ഫംഗ്ഷൻ ആകുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ തിരക്കുണ്ടാവും. നമ്മൾ എത്തിയപ്പോൾ എത്ര മണി 10 9 മണി ഉണ്ടല്ലോ. നമ്മൾ ട്രെയിൻ ഇറങ്ങിയപ്പോൾ 7 മണി. ഇവിടെ എത്തിയപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഐബു അലാന എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കളിച്ചിട്ട് കുട്ടികളൊക്കെ ഉറങ്ങുകയാണ്. ചക്കരി നിജാസൊന്നും ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എനിക്ക് കുറച്ച് നേരം ഉറങ്ങുകയാണ്. അത് കാരണം കൊണ്ടാണ് ഓല കാണാത്തത്. പിന്നെ ഐബു എവിടെ വെച്ചാൽ ഐബു നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് ഐബു കടന്നുറങ്ങാൻ പോയി. പിന്നെ അലേഹ എവിടെ വെച്ചാൽ അലേഹ നമ്മുടെ സന മിയാസിൻ്റെ പിന്നാലെ ഭയങ്കര ഇതും ജാലിയായിട്ട് കളിക്കുകയാണ്. അവിടെ കളിച്ചുകൊണ്ടിരുന്നത് ഉമ്മ അവിടെ ഓരോ തിരക്കിലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കൊല്ലത്ത് കൊണ്ട് എത്ര മാസമായിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് 2.5 മാസമായി. 5 മാസം നമ്മൾ പണ്ട് കൊല്ലത്ത് വന്നിട്ട് 2 മാസം 4 മാസമായിരുന്നു. ഏകദേശം 5 മാസമായി. അതിനുശേഷം നമ്മൾ അതാണ് വരുന്നത് അലാനയുടെ ബർത്ത്ഡേ. നമ്മൾ നമുക്ക് സ്കൂൾ ലീവ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു കാര്യമായി. അലേഹ സന അലേഹാനെ കൂട്ടിയിട്ട് പോവാ. നമ്മുടെ നാട്ടിൽ മഴയില്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ പെരുമഴ. ഇതാണ് പെരുമഴക്കാലം.
അപ്പം നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയണമല്ലോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോണില്ല എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മളെ അറിയിക്കുകയാണ്. ഇവിടെ ഇന്ന് എല്ലാ പോണൊക്കെ സന്തോഷിക്കുന്നു. സമയം പോവുക. ഒരു ഹായ് എന്ന് പറഞ്ഞു. ഹായ് കണ്ണാണ് ബിരിയാണി. ഞങ്ങൾക്ക് കുടുംബം ഇങ്ങനെ കട്ടണം ഇവിടെ. ഇതാണ് പമ്പരം. എടുത്ത് എടുത്തോ. സാധനം വീട്ടിൽ നിന്ന് വരുമ്പോ എങ്ങനെ ഇപ്പൊ വെറും ചൂടല വെച്ച് ഭദ്രകല ഇവിടെ തന്നെ മമ്മ വേടെ. ഇപ്പൊ എന്തെന്റെ കുട്ടികൾക്ക് എന്തെന്തൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നു. അലയൊക്കെ എന്താ വ്യത്യാസം വന്നിരിക്കുന്നു? അലയൊക്കെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഐബു നമ്മൾ അങ്ങോട്ട് വരുമ്പോ ഐബ് ചെറുതായിരുന്നു. ഇപ്പൊ ഐബ് മുട്ട് കുത്തിയിട്ട് ഭയങ്കരമായിട്ട് പറക്കും. ഇതിനൊക്കെ ഓടും. അലാന ഹൈറ്റ് വെച്ചില്ല. അലാന അന്ന് ഇത്ര നീളം വെച്ചിരുന്നു. നമ്മളന്ന് വരുമ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുറച്ചും കൂടി ഇത്ര ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഓരോ കുട്ടികൾക്ക് ഓരോരോ വ്യത്യാസം മാസം കൂടും. അപ്പോൾ ഉമ്മാൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുക. കാരണം 2.5 മാസം 3 മാസം നമ്മൾ വെക്കേഷന് പോയിട്ടില്ല. നമ്മൾ ഇന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അമ്മ വഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അറിയോ എന്നൊക്കെ ചോദിച്ചു വന്നപ്പോൾ സന ഒന്ന് കാണില്ല. അപ്പൊ ഉമ്മ വന്നിട്ടുണ്ട്. ഉമ്മാനോട് ചോദിക്കുക. നമ്മൾ 3 മാസം വിരുന്നൊന്നും പോയിട്ടില്ല. പിന്നെ സ്കൂൾ കൂട്ടിയിട്ട് പിന്നെ വന്നിട്ട് എത്ര വയസ്സുണ്ടാവും? നിങ്ങൾ കറക്റ്റായിട്ട് കണക്ക് പറയും. പറഞ്ഞോട്ടെ. സ്കൂള് 2.5 മാസം. അത് നമ്മൾ പല്ലത്തേക്ക് വന്നിട്ട് കണ്ടതില്ല. അപ്പൊ 5 മാസം കണക്കിട്ട് 5 മാസം. ഈ 5 മാസം എന്താ വരാത്തെന്ന് അറിയുമ്പോൾ എന്താ കാര്യം? സ്കൂളാണ് ഇപ്പൊ 2.5 മാസം. അപ്പൊ ഒരുപാട് പേര് ചോദിക്കണ്ടായിരുന്നു നിങ്ങൾ എന്താണ് വീഡിയോ ഇടാത്തത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജിമ്മിന് പോയിട്ട് മാറ്റണ്ടോ? മാറ്റല്ലേ? എനിക്ക് മാറ്റില്ല. ഞാൻ വെയിറ്റ് ലോസ് അല്ല, ഞാൻ ഫാറ്റ് ലോസ് അല്ലേ. ഞാൻ ഫാറ്റ് ലോസ്, അതായത് ഈ കൊഴുപ്പുണ്ടാവുമല്ലോ, കൊഴുപ്പ് മാത്രം കുറയും ശരീരത്തിൻ്റെ. അങ്ങനെ സത്യസന്ധമായിട്ട് പറയാം, നമ്മൾ 3-4 മാസമായിട്ട് നമ്മൾ ജിമ്മിക്ക് പോകണ്ടായിരുന്നു. ഇപ്പൊ അതെന്തായാലും ഇപ്പൊ എല്ലാവരും വീഡിയോയിൽ ജിമ്മിൽ നിന്നുള്ളതും വെയിറ്റ് കുറഞ്ഞുള്ളത് എന്തായാലും വരും. അപ്പൊ നമ്മളിനി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ 3-4 മാസം ജിമ്മിന് കൊണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഞാനൊരു 3 മാസം കൊണ്ട് ഒരു 4-5 കിലോ അല്ലേ, ഞാനൊരു 10 കിലോനാണ് എൻ്റെ കണക്ക്. ഞാനൊരു 5 കിലോ കുറച്ചിട്ടുണ്ട്. പിന്നെ ആര് കുറച്ച് ഞാൻ പറഞ്ഞു കണക്കൂട്ടാൻ മതി. ഞാൻ 71 ഉണ്ടായിരുന്നു. വേറെ ആർക്കൂടെ എന്താ മാറ്റം? പോയി നല്ല വെച്ചപ്പോ ഇത് പണിയിട്ട് ഞാൻ വലിക്കില്ല. ചോറ് കൂട്ടുണ്ടാക്കി എനിക്ക് ഇടങ്ങാറായി. അതുകൊണ്ട് എന്താ എണ്ണയും മീനും എരിയും അല്ല, എണ്ണയും മീനും എരിയും പുളിയും, മീനല്ല എരിയും പുളിയും ഒക്കെ കൊണ്ട് ഒഴിവാക്കില്ല. കരിച്ചതും പൊരിച്ചതും കൊണ്ട് അങ്ങനെ എണ്ണ, അതാണ് ഫാറ്റ്, കൊഴുപ്പ്. ഇപ്പൊ എന്താ സംഭവം വെച്ചാൽ 2-3 അളിയന്മാർ ഒരേ സൈസായി. 3 ആൾ ഒരേ മാതിരി സൈസായി. അതാ ഓരോരുത്തരും ഓരോരോ മാതിരി. 102 കിലോ ഉള്ള ആള് 18 കിലോ കുറച്ച് പ്ലൂറ് 84 കിലോ ഉള്ളൂ. പിന്നെ ഒരു 10 കിലോ കൂടി കുറച്ച് 74 കിലോ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടാവും? ആലോചിച്ച് നോക്കി. ഇങ്ങനെ ആവൂല. അതിന് 5 മാസത്തില് നല്ല വയറും നല്ല മുഖം ഉണ്ടായിരുന്നു. എന്താ ഒരു ദിവസം ജിമ്മിന് പോയാൽ 3-4 മണിക്കൂറാണ് ജിമ്മിന് പോവുക. എനിക്കൊക്കെ കൂടി പ്രാന്താവും. പക്ഷെ ഇപ്പൊ പോകൂല. ഇപ്പൊ 1.5 മണിക്കൂറാണ് പോകുന്നത്. ഇപ്പൊ അധികം പോലില്ല. ഇപ്പൊ അധികം മറ്റേതിനൊന്നും പോലെ ജിമ്മിന് പോയത് കൊണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ മാറ്റങ്ങള്. 3 മാസം കൊണ്ട് ഉമ്മാക്ക് എന്നെ കൊണ്ട് വല്ലാണ്ട് തോന്നിട്ടില്ല. പക്ഷെ എനിക്ക് കുറഞ്ഞത് എനിക്കറിയും. കാരണം എന്റെ ഡ്രസ്സുകളുടെ അളവൊക്കെ മാറിയിരുന്നു.
ഇതെന്താണെന്ന് അറിയാം, അന്ന് നിറയെ ഡ്രസ്സ് എടുപ്പിച്ചു കുപ്പായങ്ങള്. അതിലൊരു കുപ്പായം എടുക്കുമ്പോ നല്ല ഇതുണ്ടായിരുന്നു ജിമ്മിൽ പോകുമ്പോ തന്നെ. ഇന്നലെ ആൾക്ക് എടുത്തിട്ട് നോക്കുമ്പോ ഇതിനൊക്കെ പിന്നെ തുളവുള്ളതായി ഇപ്പൊ കുപ്പായങ്ങളൊക്കെ അല്ലേ, ചില കുപ്പായങ്ങൾ ഇവിടെ പാൻറ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സിന്റെ ടോട്ടല് സൈസ് മതി. എന്റെ ഡ്രസ്സിന്റെ ഇതൊക്കെ മതി. ഞാൻ സനാന്റെ ഡ്രസ്സും കൂടി ഇട്ട് വെച്ചോക്കാം. സനാന്റെ കൂടി ഞാൻ കഷ്ടപ്പെട്ടിട്ട് വയറൊക്കെ എത്ര കുറച്ചറിയോ. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. എന്നാ മൗലൂദ് ശനിയാഴ്ച ആക്കണമെന്നുണ്ട്. ഇനി മാറ്റിങ്ങളെ മണ്ടക്കി കിട്ടുള്ളൂ. അങ്ങോട്ട് ഇവിടെ മാറ്റിയിട്ടുണ്ട്. എനിക്ക് അവിടുന്ന് വരണോ, ദൂരത്തുനിന്ന് നമുക്ക് വരണം. അതാണ് നമ്മൾ മുന്നേ പറഞ്ഞാലും അപ്പൊ ഞാൻ വെള്ളിയാഴ്ച വരുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം സ്കൂൾ പോയാൽ കുഴപ്പമില്ല. വെള്ളിയാഴ്ച വരും. വെള്ളിയാഴ്ച വന്ന് ശനിയാഴ്ച എനിക്ക് അവിടെ വന്ന് കുറച്ച് പരിപാടിയുണ്ട്, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ള പരിപാടിയുണ്ട്. അത് കാരണം കൊണ്ട് എനിക്ക് എന്തായാലും വെള്ളിയാഴ്ച വരണം. അപ്പൊ കുട്ടികൾ നമ്മൾ ടിക്കറ്റ് രാവിലെ ആകുമ്പോൾ രാവിലെ സ്കൂളിലെ സമയം കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങള്. ഒരുപാട് ആൾക്കാർ ഞങ്ങൾ നിങ്ങളെ കണ്ടു വീഡിയോയിൽ ഞങ്ങൾ കാണില്ലേ, നിങ്ങളെ കണ്ടില്ല. അതുകൊണ്ട് ഉമ്മാക്കും അറിയില്ല. അതാണ് സംഭവം. നമ്മൾ വീഡിയോ ഇടാക്കി நான் போடவே மாட்டேன். என்கிட்ட சொன்னேன் நான் போடவே மாட்டேன். ஆற வச்சுட்டு போடும் இருக்கிறத எடுத்து போட வேண்டியதான். അതിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ അപ്പൊ നമ്മൾ ഇടക്കിടക്ക് ഇടാൻ പോകും. നമ്മള് കൊല്ലത്ത് ഇവരന്മാർ രാത്രി 1 മണിക്ക് എത്തി. ഞങ്ങൾ രാവിലെ 9 മണിക്കൂടെ എത്തി. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതിന് മറുപടി ഞങ്ങൾ വരുന്നില്ല വെച്ച് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഗിഫ്റ്റ് എന്നൊക്കെ വാങ്ങിയതൊക്കെ നമ്മുടെ വീഡിയോയിൽ എന്തായാലും ഉണ്ടാവും. നമ്മളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല അങ്ങനെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ബാക്കി ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബർത്ത്ഡേ വ്ളോഗൊക്കെ വരും. എല്ലാവരും വ്ളോഗിൽ ഉണ്ടാവും. പക്ഷെ വ്യത്യാസം അവിടെ കുറച്ചൊക്കെ വ്യത്യാസം നമുക്ക് ഒരേമാതിരി എടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വ്യത്യാസമായിട്ടൊക്കെ ഉണ്ടാവും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.